ശരി ഹരി, അങ്ങനെയാണല്ലോ ഇതിപ്പോൾ അവിടെ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ, രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അവരുടെ സുരക്ഷ പരിഗണിച്ച്. ഹരി, അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ഇത് കേൾക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ബോധമെങ്കിലും വേണ്ടേ ജനീഷ് കുമാർ, ബഹുമാനായ ജനീഷ് കുമാറിന് ഇത് പറയാൻ? അദ്ദേഹത്തിന് അത് പറയാൻ നാണമുണ്ടോ? അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു ലജ്ജ വേണ്ടേ? ഇവിടെ ഒരാൾ വരുന്ന സമയത്ത് രാത്രിയിലാണോ നിശ്ചയിക്കപ്പെടുന്നത്? ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇനി അഥവാ പ്രധാനമന്ത്രിയുടെ ടീം പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രപതിയുടെ ടീം ഒരു സംഗതി വരുന്ന സമയത്ത് മാറ്റി ടാറിങ് അല്ലെങ്കിൽ കോൺക്രീറ്റിങ് മോശമാണെങ്കിൽ അവിടെ ഇറക്കാതിരിക്കുക എന്നുള്ളതല്ലേ അടുത്ത മാനദണ്ഡം. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ലേ? കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് ജനീഷ് കുമാർ വരച്ചു കാണിച്ചത്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇതാണ് ജനീഷ് കുമാർ പറഞ്ഞതാണ് കേരളത്തിലെ MLA മാരും കേരളത്തിലെ മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. എന്ത് ന്യായം പറഞ്ഞാലും എന്ത് ന്യായമാണ് ഇവരത് നിരത്തുന്നത്? നേരം എടുത്ത് ഞങ്ങളത് സാധാരണ രീതിയിൽ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞ് രാഷ്ട്രപതി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരവൽക്കരിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഇത് മുഖ്യമന്ത്രിയായിരുന്നു സംഭവിച്ചത്. ഞാൻ മിനിഞ്ഞാന്ന് സന്നിധാനത്ത് ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, മുഖ്യമന്ത്രി വന്ന സമയത്ത് അവിടെ ആ ഭാഗങ്ങളിൽ ക്ലീൻ ചെയ്ത് ചിത്രങ്ങൾ അവിടെ അവർ നമ്മളെ കാണിച്ചു. ഇപ്പൊ നിങ്ങളൊന്ന് ചെന്ന് നോക്കും. ഇപ്പോ ഞാൻ ഈ ചാനലിരുന്നു, ഈ ഫ്ലോറിൽ ഇതിനകത്ത് ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങളൊന്ന് നോക്കൂ, കലുങ്കിനടിയിലൊക്കെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന പ്രദേശങ്ങളിൽ അവിടെ നിന്ന് ആളുകളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നത് കണ്ടു. അവിടെ മരം വീണ് കിടക്കുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ള അങ്ങനെ എല്ലാ തരത്തിലും യാതൊരു തരത്തിലാണ് ഒരു കാര്യങ്ങൾ ഇതാണ് ഒരു മാനേജ്മെന്റ്, അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാൻ കഴിയാത്ത, അത്ര നിസ്സാരവൽക്കരിച്ച് പറയുന്ന, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ഈ ഭരണകൂടം അതാണോ, അങ്ങനെ മതിയെന്ന് വെച്ചിട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. ആ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ചത്. ഇന്ന് രാവിലെ ഞാനൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടി എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടല്ലോ. 1.5 മണിക്കൂർ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പോകും. ഞാൻ ഇന്നലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്ന ഒരാൾ ചാടി വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നു. എന്ത് സുരക്ഷയാണ് ഇവിടെയുള്ള ആളുകൾക്ക്? ഈ കേരളത്തിൽ ആർക്കാണ് സുരക്ഷയുള്ളത്? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന, അത് അവിടുത്തെ സുരക്ഷയുടെ കാര്യത്തിൽ അത് അവിടെയാണ്, അവർക്കാണ് അതിന്റെ ചുമതല എന്ന് പറയുന്നതാണോ അതിന്റെ ഒരു ന്യായം? കേരളത്തിന് ഇതിനൊരു ബാധ്യതയില്ലേ? ഇവിടെ ഒരു മന്ത്രിസഭയില്ലേ? ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ കേൾക്കണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, നന്ദി ശ്രീ എൻ ഹരി. ശ്രീ KU ജനീഷ് കുമാർ, എന്തായാലും രാഷ്ട്രപതിയുടെ യാത്രയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അവസാന നിമിഷം ലാൻഡിംഗ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് ഇത്തരത്തിലുള്ള ആശങ്ക, ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനുള്ള കാരണമായി മാറിയത്. അവസാനം പ്രമാടത്ത്, പത്തനംതിട്ടയിലെ തന്നെ പ്രമാടത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ലാൻഡിംഗ് മാറ്റിയിരുന്നു. അവസാന നിമിഷം കോൺക്രീറ്റ് ചെയ്തു. ആ കോൺക്രീറ്റ് ഉണങ്ങിയിരുന്നില്ല. അവിടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ചക്രം താഴുകയായിരുന്നു, പുതയുകയായിരുന്നു. അതിനുശേഷം തള്ളി മാറ്റേണ്ടി വന്നു. എന്തായാലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ കഴിഞ്ഞു. രാഷ്ട്രപതി സുരക്ഷിതമായി പ്രമാടത്ത് നിന്ന് പമ്പയിലേക്ക് പോയി. പമ്പയിൽ കെട്ടുനിറച്ച് കറുപ്പണിഞ്ഞ് രാഷ്ട്രപതി പമ്പാ സ്നാനം നടത്തി. രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുകയാണ്. സന്നിധാനത്ത് അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയോ? കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മോഷ്ടിച്ച ആളോട് താൻ കട്ടോടോ എന്ന് ചോദിച്ചാ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത്. രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ. ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട്? പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ. നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേട്ടു. പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാ. ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അടിവരയിട്ടുകൊണ്ട് കോടതി ഇത് ആവർത്തിച്ചു. ഈ പറഞ്ഞ കാര്യം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെയല്ല പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അപ്പൊ ഇയാളെ തെളിവ് ഹാജരാക്കായിരുന്നു. എവിടെ പോയി ഇയാൾ? ഈ പ്രസിഡന്റ് എവിടെ പോയി? ഇവരൊന്നും അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്.
അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം കഥക് കൊണ്ടുപോയി, കട്ടള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി, കോടീശ്വരന് വിറ്റ്. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ട് പോയത് കോടതിയിലായിരുന്നു. PM ശ്രീയിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം PM ശ്രീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവരെ ആദ്യം എന്താ പറഞ്ഞത്? ആരോഗ്യ വകുപ്പ്, ആയുഷ്മാൻ ആരോഗ്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. 1.5-2 കൊല്ലം അത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ 2 കൊല്ലത്തെ കാശ് പോയി. അതാണ് നഷ്ടം ഉണ്ടായത്. ഇപ്പോ ആദ്യം എന്താ പറഞ്ഞത്? PM ശ്രീ നടക്കില്ല. അപ്പൊ എല്ലാവരും കൈയടിച്ചു, സഖാക്കന്മാരൊക്കെ കൈയടിച്ചു. ഭയങ്കര RSS വിരുദ്ധ പ്രഖ്യാപനം. ഇപ്പൊ CPM ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പോവാ. ആദ്യം CPM CPI തമ്മിൽ സെറ്റ് ചെയ്യട്ടെ. CPI ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങളിത്